UAE എസ്പെഷ്യലി ദുബായില് പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഓരോ വർഷവും കൂടുന്നതായിട്ടുള്ള കണക്കുകളാണ് എപ്പോഴും പുറത്തു വരാറുള്ളത്. 2025 ഏകദേശം 80.21 കോടി ആളുകള് പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചു ദുബായിൽ എന്നാണ് RTA ഒരു കണക്ക് പറയുന്നത്. പോയ വർഷത്തെ അപേക്ഷിച്ച്, അതായത് 2024 അപേക്ഷിച്ച് 7.4% വർധനവാണ് പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചവരുടെ കണക്കുകളിൽ വന്നിട്ടുള്ളത്. 2024 കണക്കെടുക്കുമ്പോൾ ഏകദേശം 74.71 കോടിയാണ് ആളുകൾ പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചത്. അപ്പോൾ ഓരോ വർഷവും പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടാവുന്നത്. പ്രതിദിനം ഏകദേശം 22 ലക്ഷത്തോളം ആളുകൾ ദുബായിയുടെ പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നുണ്ടെന്ന് RTA കണക്കുകളിൽ പറയുന്നു. ഇതിൽ ദുബായ് മെട്രോ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവരാണ് ഏറ്റവും അധികം എന്നാണ് പറയുന്നത്. 29.47 കോടിയിലധികം യാത്രക്കാരാണ് ദുബായ് മെട്രോ കഴിഞ്ഞ വർഷം ഉപയോഗിച്ചത്. ഇത് മൊത്തം യാത്രകളുടെ 37% വരും എന്നുള്ളതാണ്. ടാക്സികൾ 26%, പൊതുബസ്സുകൾ 25% ഉപയോഗിച്ചിട്ടുണ്ട്. 19.72 കോടി യാത്രക്കാർ ദുബായിയുടെ പബ്ലിക് ബസ് ട്രാൻസ്പോർട്ടേഷൻ പ്രയോജനപ്പെടുത്തിയെന്നും RTA കണക്കുകളിൽ പറയുന്നുണ്ട്. ഇലക്ട്രിക് സ്കൂട്ടറുകളും സൈക്കിളുകളും പ്രധാന നിരത്തുകളിലൂടെ ഓടിക്കരുതെന്നുള്ള മുന്നറിയിപ്പാണ് അജ്മാൻ പോലീസ് നൽകിയിരിക്കുന്നത്. എമിറേറ്റിലുണ്ടാകുന്ന പല അപകടങ്ങൾക്കും ഇലക്ട്രിക് സ്കൂട്ടറുകളും സൈക്കിളുകളും കാരണമാകുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പോലീസ് പറയുന്നത് നിശ്ചിതമായ പാതകൾ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കും സൈക്കിളുകൾക്കും നൽകിയിട്ടുണ്ട്, അത് ഉപയോഗിക്കുക. കാറുകൾക്ക് മണിക്കൂറിൽ 60 കിലോമീറ്റർ കൂടുതൽ വേഗമുള്ള റോഡുകളിൽ പ്രവേശിക്കരുതെന്നും സൈക്കിൾ ഓടിക്കുന്നവർ മറ്റു വാഹനങ്ങളിൽ പിടിച്ച് യാത്ര ചെയ്യരുതെന്നും പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ ട്രാഫിക് സൈൻ ബോർഡുകൾ ശ്രദ്ധിക്കാതിരിക്കുക, നിശ്ചിത പാതയിലൂടെ അല്ലാതെ വാഹനം ഓടിക്കുക, മുന്നറിയിപ്പ് ലൈറ്റുകൾ, ഈ ഹെൽമറ്റ്, ഫ്ലൂറസെന്റ് വെസ്റ്റ് എന്നിവ ധരിക്കാതിരിക്കുക തുടങ്ങിയ പല പ്രശ്നങ്ങളും ഇവർ ചെയ്യാറുണ്ട്. ഇത് അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഈ സൈക്കിൾ, ഈ സ്കൂട്ടർ ഉപയോക്താക്കൾ ഈ സ്ട്രീറ്റുകളിലൂടെയും അതുപോലെ തന്നെ പബ്ലിക് റോഡിലൂടെയൊക്കെ നിശ്ചിത പാതകൾ ലംഘിച്ച് നീങ്ങുന്നതാണ് മരണം ഉൾപ്പെടെയുള്ള പല അപകടങ്ങൾക്കും കാരണമാകാറുള്ളതെന്നും പോലീസ് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് അജ്മാൻ പോലീസിന്റെ ഈ അറിയിപ്പ് കൃത്യമായി ശ്രദ്ധിക്കുക. ദുബായ് അൽഫത്തേം ഹെൽത്ത് കെയറിലെ ഡോക്ടർ സെസിൽ കുന്നപ്പള്ളി ഇപ്പോൾ വാർത്തകളിലെ താരാണ്. കൂടുതൽ ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട സ്റ്റോറികൾ സാമൂഹിക മാധ്യമങ്ങളിൽ പരതുകയൊക്കെ ചെയ്യുന്നുണ്ട്. 30,000 അടി ഉയരത്തിൽ വെച്ച് വിമാനയാത്രക്കിടെ പെട്ടെന്ന് ശ്വാസം മുട്ടൽ അനുഭവിച്ച് പിടഞ്ഞ ഒരു 3 വയസ്സുകാരന്റെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം നടത്തിയ ഇടപെടലാണ് വാർത്തകളിലെ താരമാക്കി, ശ്രദ്ധാകേന്ദ്രമാക്കി അദ്ദേഹത്തെ മാറ്റിയത്. ഈ അടുത്ത ദിവസം ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടയിലാണ് ഡോക്ടർ സെസിൽ കുന്നപ്പള്ളി അസാധാരണമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയത്. ജോലി തിരക്കിന് ശേഷം നാട്ടിലേക്ക് അവധിക്ക് വരികയായിരുന്നു സർജൻ കൂടിയായ ഡോക്ടർ സെസിൽ. യാത്രക്കിടെ മയക്കത്തിലായിരുന്ന അദ്ദേഹം പെട്ടെന്നൊരു അനൗൺസ്മെന്റ് കേട്ട് ഉയരുന്നു. അടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് അമേരിക്കയിൽ നിന്ന് കൊച്ചിയിലേക്ക് വന്ന ഒരു കുടുംബത്തിലെ 3 വയസ്സുകാരനായിട്ടുള്ള സ്റ്റീവ് എന്ന ഒരു കുഞ്ഞ് ശ്വാസം കിട്ടാതെ പിടയുന്ന ഒരു ദൃശ്യം അദ്ദേഹം കാണുന്നത്. അദ്ദേഹം അടുത്തു വരുമ്പോൾ UK നിന്നുള്ള 2 ഡോക്ടർമാർ കുട്ടിയെ പരിശോധിക്കുന്നുണ്ടായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന പൾസ് ഓക്സിമീറ്റർ മുതിർന്നവർക്കുള്ളതായിരുന്നു. അപകടകരമായിട്ടുള്ള അവസ്ഥയിലാണ് കുട്ടിയുടെ ഓക്സിജൻ നില എന്ന് കണ്ടതോടെ പുതിയ ഓക്സിജൻ ടാങ്ക് എത്തിക്കാൻ ഡോക്ടർ പറയുകയും ചെയ്തു. ഓക്സിജൻ കുറഞ്ഞതോടെ അപസ്മാര ലക്ഷണങ്ങൾ കുട്ടി കാണിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അപസ്മാരത്തിനുള്ള മരുന്ന് വിമാനത്തിലെ ജീവനക്കാർ നൽകുന്നു. എന്നാൽ അത് നൽകേണ്ടതില്ല എന്ന് ഡോക്ടർ തീരുമാനം എടുക്കുകയായിരുന്നു. അങ്ങനെ നൽകിയാൽ കുട്ടിയുടെ ജീവൻ അപകടത്തിലാകാൻ ഇടയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ സമയത്ത് അത്തരം ഒരു തീരുമാനം താൻ എടുത്തതെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. തുടർന്ന് വിമാനം കൊച്ചിയിലെത്താൻ കാത്തുനിന്നാൽ അപകടമാണെന്ന് ബോധ്യപ്പെട്ട ഡോക്ടർ ഉടൻ വിമാനം ഇറക്കാൻ പൈലറ്റിനോട് ആവശ്യപ്പെട്ടു. മുംബൈയിൽ അടിയന്തരമായി വിമാനം ലാൻഡിംഗ് നടത്തി. അവിടെ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കിയതോടുകൂടിയാണ് കുഞ്ഞ് സ്റ്റീവ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ദിവസങ്ങൾക്ക് ശേഷം സ്റ്റീവിന്റെ മാതാപിതാക്കൾ ഡോക്ടറെ കാണാനെത്തുകയും ഡോക്ടറുടെ പ്രത്യേകമായ ആ ഡിസിഷനാണ്, തീരുമാനമാണ് തങ്ങളുടെ കുഞ്ഞിന്റെ ജീവൻ രക്ഷപ്പെടുത്തിയതെന്ന് മാതാപിതാക്കൾ അറിയിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ താൻ തന്റെ കടമയാണ് നിർവഹിച്ചതെന്ന് ഡോക്ടർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. കുഞ്ഞു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിലും ഉണ്ട്.